നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നമുന്നയിച്ച് കൽപ്പറ്റയിൽ മാവോയിസ്റ്റ് പോസ്റ്റർ. കൊട്ടിയൂർ പീഡനക്കേസ് കൂട്ടുപ്രതികൾ 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. ഹെൽമറ്റ് വേട്ടയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനം. പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച് HML കൈവശം വെച്ചിരിക്കുന്ന 20,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കാൻ LDF അധികാരത്തിലെത്തിയിട്ടും നടപടിയില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFIയും സ്ത്രീ സുരക്ഷാ ക്യാമ്പയിനുകളും. പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലകളിൽ വരൾച്ച നേരിടാൻ 80 കോടി. റോഡുകളുടെ നിർമ്മാണത്തിന് ബജറ്റിൽ തുകയെന്നും CPIM. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയൂർ പീഡനക്കേസിൽ കൂട്ടുപ്രതികളായ ഫാദർ തോമസ് ജോസഫ് തേരകവും കന്യാസ്ത്രീകളും 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. ഇവരുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കവെയാണ് നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെയാണ് കീഴടങ്ങേണ്ടത്. കീഴടങ്ങുന്ന അന്നു തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കണമെന്നും ഉപാധികളോടെ ജാമ്യം അനുവദിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസുകളിൽ പലതും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല. എന്നാൽ ഇവരുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം ഉന്നയിച്ച് കൽപ്പറ്റയിൽ മാവോയിസ്റ്റ് പോസ്റ്റർ. ഇന്നു കാലത്താണ് കൽപ്പറ്റയിൽ വയനാട് പ്രസ് ക്ലബിലും DFO ഓഫീസ് പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കാഞ്ഞിരത്തിനാൽ കുടുംബം നീതിക്ക് വേണ്ടി കളക്ടറേറ്റിൽ 2 വർഷത്തോളമായി നടത്തിവരുന്ന സമരത്തിനോട് ഭരണാധികാരികൾക്ക് പുല്ലുവില എന്നാണ് CPI മാവോയിസ്റ്റിന്റെ പേരിലുള്ള പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഭരണാധികാരികൾ ജനശത്രുക്കളാണ്. ജനങ്ങളെയും ജീവിതത്തെയും കടന്നാക്രമിക്കുന്നതും ഇവരുടെ ഹോബിയാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ സൈനിക കടന്നാക്രമണത്തിനും ജനകീയ യുദ്ധമുന്നണിയിലും അണിചേരുക എന്നാണ് പോസ്റ്ററിലെ ആഹ്വാനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഹെൽമറ്റ് വേട്ടയ്ക്കിടെ പുൽപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ് കുറ്റ്യാടി കാവിലുംപാറ ചാപ്പൻതോട്ടം ഓതറക്കുന്നേൽ റോയ് തോമസ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. പുൽപ്പള്ളി പാടിച്ചിറ ഇല്ലിച്ചുവട്ടിലെ ഭാര്യ വീട്ടിലേക്ക് പോവുകയായിരുന്നു റോയി. ഹെൽമറ്റ് ധരിക്കാത്തതിന് റോയിയുടെ ബൈക്കിന് പോലീസ് കൈ കാണിച്ചിരുന്നുവത്രേ. എന്നാൽ കൈ കാണിച്ചത് കണ്ടില്ലെന്ന് റോയി പറയുന്നു. നിർത്താതെ പോയ ഇയാളെ ഭാര്യ വീട്ടിൽ കയറിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും ജീപ്പിലിട്ടും സ്റ്റേഷനിലെത്തിച്ചും ലോക്കപ്പിലിട്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നും റോയി പറഞ്ഞു. ഇടത് കാലിനും കൈക്കും ലാത്തി കൊണ്ടടിച്ചു. കാലിന്റെ പാദത്തിൽ ചൂരൽ പ്രയോഗവും നടത്തിയതായി റോയി പറയുന്നു. കൈക്കും കാലിനും ശരീരമാസകലവും പരിക്കേറ്റിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്കിടെ യുവാവ് പോലീസിനെ മർദ്ദിച്ചുവെന്നും പോലീസുകാരന് പരിക്കേറ്റെന്നും ഇന്നലെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. തിങ്കളാഴ്ച പ്രതിയെ ബത്തേരി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റോയിയുടെ ശാരീരിക സ്ഥിതിയിൽ സംശയം തോന്നിയ ജഡ്ജി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മർദ്ദന വിവരം റോയി ജഡ്ജിയോട് പറഞ്ഞത്. ജാമ്യം നൽകിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിക്കാൻ ജഡ്ജി നിർദ്ദേശിക്കുമായിരുന്നു അത്രേ. 4 പോലീസുകാർ ചേർന്നാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് റോയി പറഞ്ഞു. ചിലർ മദ്യപിച്ചിരുന്നതായും 1000 രൂപ നൽകിയാൽ വിട്ടയക്കാമെന്നും മർദ്ദനശേഷം പോലീസ് പറഞ്ഞുവെന്നും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന റോയി പറഞ്ഞു. കോടതി പ്രശ്നത്തിൽ ഇടപെട്ടതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ റോയിക്കെതിരെ കൂടുതൽ തെളിവുകൾ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് എന്നും പരാതിയുണ്ട്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച് ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി വയനാട്ടിൽ കൈവശം വെച്ചിരിക്കുന്ന 20,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കാൻ LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും നടപടിയില്ല. മുഴുവൻ ഭൂരഹിതർക്കും ഇത്തരം ഭൂമികൾ പിടിച്ചെടുത്ത് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇടതു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 9 മാസമായിട്ടും ഈ ദിശയിലേക്ക് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ട്. പഴയ രേഖകൾ പ്രകാരം HML മലയാളം പ്ലാന്റേഷൻ UK ലിമിറ്റഡ് എന്ന ഒറ്റ കമ്പനിയാക്കി പാട്ടവ്യവസ്ഥ ലംഘിച്ച് 1600/1973 നമ്പർ ആധാരപ്രകാരം തട്ടിപ്പ് നടത്തിയാണ് തോട്ടം ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വ്യക്തികളിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും പാട്ടത്തിലെടുത്ത ഭൂമിയാണ് HML ഇപ്പോഴും സ്വന്തമാണെന്ന് അവകാശപ്പെടുന്നത്. 1963 ഭൂപരിഷ്കരണ നിയമം 84(1) വകുപ്പ് പ്രകാരം ഗവൺമെൻറ് മിച്ചഭൂമി കൈമാറ്റം പാടില്ലെന്ന വ്യവസ്ഥയും HML ലംഘിച്ചിട്ടുണ്ട്. ഒരു വിദേശ കമ്പനിക്ക് ഒരു കാരണവശാലും ഇവിടെ ഭൂമിയുടെ കൈവശക്കാരനാകാനും കഴിയില്ല. HMLന്റെ നിയമലംഘനങ്ങൾ പകൽ പോലെ വ്യക്തമാണെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണാധികാരികളെപ്പോലെ ഏക്കർ കണക്കിന് ഭൂമിയിൽ വൈദേശിക ഭരണം തുടരാൻ ഇന്ത്യൻ കോടതിയെ ഉപയോഗപ്പെടുത്തുകയാണ് HML ഉടമകൾ.
പിടിച്ചു വരുന്ന 10,000-കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആദിവാസികൾ അടക്കമുള്ള ഭൂരഹിതർക്ക് പതിച്ചു നൽകണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്നാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് 9 മാസമായിട്ടും ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഈ ഭൂമിയെ സംബന്ധിച്ച് ഇടപെട്ടുകൊണ്ട് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ അനധികൃതമായി കൈവശം വെച്ചിരുന്ന ഭൂമി ഏറ്റെടുക്കണം. ഇതൊക്കെ ബോധ്യപ്പെട്ടവരാണ് അധികാരം തങ്ങൾക്ക് ലഭിച്ചാൽ നിയമം ലംഘിച്ച് HML കൈവശം വെച്ചിരിക്കുന്ന 20,000 ഹെക്ടർ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. അധികാരം ലഭിച്ച് 9 മാസം കഴിയുമ്പോഴും കോടതിയെ സമീപിക്കാനോ സ്വന്തം നിലയിൽ പഴുതടച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഭൂമി പിടിച്ചെടുക്കാനോ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല. HMLന് പുറമെ പോഡാർ പ്ലാന്റേഷൻ അടക്കം പാട്ടവ്യവസ്ഥകൾ നഗ്നമായി ലംഘിച്ച് ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്ന തോട്ടമുടമകൾ വേറെയുമുണ്ട് വയനാട്ടിൽ. തോട്ടം ഭൂമി തരം മാറ്റി തുണ്ടുകളാക്കി മുറിച്ചു വിൽക്കുന്ന പ്രവണത കുറേ വർഷങ്ങളായി തുടരുകയാണ്. ഇത് തടയാനും മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ്, ഗവേഷണ കേന്ദ്രം, അനാഥാലയം എന്നൊക്കെ മുദ്രകൾ ചാർത്തി തോട്ടം ഭൂമി തരം മാറ്റി മുറിച്ചു വിൽക്കുകയാണ്. ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കുന്നില്ല എന്നതിന് പുറമെ വയനാടിൻ്റെ സഹജ ജൈവ സ്വഭാവത്തെ തകർക്കുന്ന നടപടി കൂടിയാവുകയാണ് പ്ലാന്റേഷനുകൾ തുണ്ടുഭൂമികളാക്കുന്ന ഏർപ്പാട്. പാലം കടന്നപ്പോൾ കൂരായണ എന്ന മനസ്സാണ് ജില്ലയിലെ ജനപ്രതിനിധികൾക്കും. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷ നാടിനു സുരക്ഷ എന്ന വിഷയത്തിൽ സുരക്ഷാ സദസ്സ് സംഘടിപ്പിച്ചു. ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ പരിപാടി സംഘടനാ കേന്ദ്ര കമ്മിറ്റി അംഗം ജോസഫൈൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബീന വിജയൻ അധ്യക്ഷയായിരുന്നു. ബിന്ദു മനോജ്, ലതാ ശശി എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഷിജു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന സന്ദേശമുയർത്തി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പുൽപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി റഫീഖ്, അജിത്, ബൈജു എന്നിവർ സംസാരിച്ചു. കേരളത്തെ ശാസ്ത്ര പുരോഗതിയിലൂടെയും നവോത്ഥാന പോരാട്ടത്തിലൂടെയും ഇടതുപക്ഷ സർക്കാരുകളുടെയെല്ലാം ഇടപെടലിലൂടെയുമാണ് ഇന്നത്തെ കേരളമാക്കി മാറ്റിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെത്തിയപ്പോൾ ജാത്യാചാരങ്ങളോടൊപ്പം തന്നെ അന്ധവിശ്വാസവും അനാചാരവും ഉറഞ്ഞുതുവന്ന നാടിന് നോക്കിയ ഈ നാട് ഭ്രാന്താലയമാണ് എന്ന് വിളിച്ചത്. ആദിവാസി യുവാക്കൾക്ക് പോക്സോ നിയമപ്രകാരം ശിക്ഷ ലഭിച്ച കേസുകൾ പുനഃപരിശോധിക്കണമെന്ന് ഊര് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേസിൽ ജയിലിൽ കഴിയുന്ന മുഴുവൻ ആദിവാസികളെയും വിട്ടയക്കുക, പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം ബാലാവകാശ കമ്മീഷനെ ഏൽപ്പിക്കുക, മുൻ CWC ചെയർമാൻ ഫാദർ തേരകത്തെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ട്രസ്റ്റ് ഉന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ അമ്മിണി, റജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2029 നിലവിൽ വന്ന ശൈശവ വിവാഹ നിയന്ത്രണം നിയമം 2006 ശൈശവ വിവാഹ നിരോധന നിയമം പരിഷ്കരിച്ചു. 2007 അത് വീണ്ടും പ്രാബല്യത്തിൽ വന്നു. ഇതനുസരിച്ച് 18 വയസ്സിന് പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഏതൊരാൾക്കും 2 വർഷം കഠിന തടവിന് ശിക്ഷ നൽകാവുന്ന ഒരു നിയമമായിട്ടാണ് നിലവിലുള്ളത്. പക്ഷെ ഇത് സംബന്ധിച്ചിട്ട് ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ആദിവാസി സമൂഹം ഇതൊന്നും അറിവില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അവർ പിന്നോക്കം നിൽക്കുന്നതായത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ സംബന്ധിച്ച് അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് തെറ്റാണ്, അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചതിന് അവർ തെറ്റാണ്, അവർ കുറ്റവാളികളെ പോലെയാണ്. ഇപ്പൊ ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടുപോകല് അല്ലെങ്കിൽ അനധികൃതമായിട്ട് കൂടെ താമസിച്ചോ എന്ന രീതിയിലുള്ള വലിയ വലിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് അവരുടെ പേരിൽ ശിക്ഷ നൽകിയിട്ടുള്ളത്. പാതിരി സൗത്ത് സെക്ഷൻ ആളൂർക്കുന്ന് വനത്തിൽ വെച്ച് 3 വയസ്സുള്ള കേഴമാനെ വേട്ടയാടിയ കേസിൽ 4 അംഗ സംഘത്തിലെ ഒരാൾ പിടിയിലായി. ആളൂർക്കുന്ന് കോളനിയിലെ സന്തോഷാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. മുരളി, കറുപ്പൻ, സന്തോഷിന്റെ ഭാര്യ സഹോദരൻ പനമരം സ്വദേശി ഗോപാലൻ എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർക്കായി വനംവകുപ്പ് തെരച്ചിൽ ശക്തമാക്കി. തിങ്കളാഴ്ച കാലത്ത് വേട്ടപ്പട്ടിയെ ഉപയോഗിച്ച് കേഴമാനിനെ വേട്ടയാടുകയായിരുന്നു. വനംവകുപ്പിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 8.5 കിലോ ഇറച്ചിയും കേഴമാന്റെ തലയും കത്തിയും പാത്രങ്ങളും ഉൾപ്പെടെ വനംവകുപ്പ് പിടികൂടിയത്. ചതലയം റേഞ്ചർ സുനിൽകുമാർ, സെക്ഷൻ ഫോറസ്റ്റർ മുസ്തഫ സാദിഖ്, ബീറ്റ് ഓഫീസർമാരായ KV സുരേന്ദ്രൻ, EK അപ്പച്ചൻ, സുരേഷ് കുമാർ, ഷാജൻ, ബിനീഷ്, രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ പിടികൂടിയത്. സന്തോഷിനെ ബത്തേരി കോടതിയിൽ ഹാജരാക്കി. വളരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ബാർക്കിംഗ് ഡീർ എന്ന ഇനത്തിൽപ്പെട്ട കേഴമാൻ എന്ന് വിളിക്കും, അതിനെ ആണ് വേട്ടയാടിയത്. ഇത് വളരെ റയറായിട്ടുള്ളൊരു സ്പീഷീസാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ വളരെ
അന്യം നിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും 3 വഴി കൂടി കിട്ടാനുണ്ട്. തെരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിൽ വരൾച്ച നേരിടുന്നതിനും മേഖലയുടെ നഷ്ടപ്പെട്ട ജൈവികത തിരിച്ചു കൊണ്ടുവരുന്നതിനും വിവിധ പദ്ധതികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 80 കോടി രൂപ അനുവദിച്ചതായി CPIM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനും പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ പൂർണ്ണമായും ഇരുളം വില്ലേജിലെ 4-5 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും 11 വാട്ടർ ഷെഡുകൾ നടപ്പിലാക്കും. കർണാടക അതിർത്തിയോട് ചേർന്ന കബനി തീരത്ത് 12 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഗ്രീൻ ബെൽറ്റ് സ്ഥാപിക്കും. വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് 15 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ നടും. വേനലിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വൃക്ഷത്തൈകളാണ് നടുക. നടുന്ന വൃക്ഷത്തൈകൾ 3 വർഷം തുടർച്ചയായി പരിപാലിക്കുന്നതിന് കർഷക കൂട്ടായ്മകൾക്കും കുടുംബശ്രീകൾക്കും സംരക്ഷണ ചുമതല നൽകും. തൊഴിൽ എടുക്കുന്നവർക്ക് വേതനവും പദ്ധതിയുടെ ഭാഗമായി നൽകും. ഇതിനു പുറമെ 6000 ഹെക്ടർ സ്ഥലത്ത് 1.5 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ നടും. മാവ്, പ്ലാവ് തുടങ്ങി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക. ഇതിന് പ്രദേശത്തെ സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. 11 വാട്ടർഷെഡ് പരിധിയിൽ വരുന്ന 260 നീർച്ചാലുകളും തോടുകളിലും ഓട, കൈത ഉൾപ്പെടെ നട്ട് കണ്ടൽക്കാടുകൾ നിർമ്മിക്കും. ഈ മേഖലകളിൽ 300ഓളം കുളങ്ങളും 150ഓളം വലിയ തടാകങ്ങളും ഭൂമി ലഭ്യമാകുന്നിടത്തും വനാതിർത്തിയോട് ചേർന്നും വൻ തടയണകളും നിർമ്മിക്കും. കിണറുകളും കുഴൽക്കിണറുകളും റീചാർജ് ചെയ്യുന്നതിന് കർഷകർക്ക് സബ്സിഡി നൽകും. 1 ഹെക്ടറിൽ 50 മഴക്കുഴി എന്ന കണക്കിൽ ജലസംരക്ഷണ പ്രവൃത്തികൾ ആരംഭിക്കും. അതിൽ ചകിരി നിറച്ച് പൂർണ്ണമായും ജലം സംരക്ഷണം ഉറപ്പുവരുത്തും. ഇതിനു പുറമെ NRGAയിൽ ഉൾപ്പെടുത്തി മൺകയ്യാലകളും ചാമപ്പാറ, ചണ്ണോത്തൂല് ഉൾപ്പെടെ സ്ഥലങ്ങളിൽ തടയണകളും നിർമ്മിക്കും. മുള്ളംകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ ഉപയോഗശൂന്യമായ ക്വാറികളും ജലസംരക്ഷണത്തിനായി ഏറ്റെടുക്കും. പുൽപ്പള്ളി മേഖലയിൽ 3 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കും. കബനി നദിയിൽ പെരിക്കല്ലൂർ, മരക്കടവ്, പാക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇറിഗേഷൻ പദ്ധതി ആരംഭിക്കും. ഓരോ ലിഫ്റ്റ് ഇറിഗേഷന്റെ കീഴിലും 1000ഓളം ഹെക്ടർ സ്ഥലം കൃഷിക്ക് അനുയോജ്യമാക്കും. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടെ മേഖലയിൽ നഷ്ടപ്പെട്ട സ്വാഭാവിക കാലാവസ്ഥ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. വിവിധ സർക്കാർ ഏജൻസികൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക എന്ന് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കടമാന്തോട് പദ്ധതി പുൽപ്പള്ളിയിലെ ജനങ്ങൾ ദീർഘകാലമായി ആവശ്യമുന്നയിക്കുന്നതാണ്. പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയുടെ വരൾച്ച പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ ജലസംരക്ഷണം പ്രധാനമാണ്. നമ്മുടെ ഭൂഗർഭജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ ഇത് ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടമാന്തോട് പദ്ധതി സർക്കാരിൻ്റെ സജീവ പരിഗണനയിലേക്ക് മാറിയിരിക്കുന്നു. കടമാന്തോട്ടിൽ 6.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 11 തടയണകൾ പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിലായി നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നു. ആ രൂപത്തിൽ വലിയ തോതിലുള്ള ജലസംരക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ കാലാവസ്ഥാ വ്യതിയാനമുള്ള ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വരൾച്ച മൂലം മത്സ്യകൃഷി നശിച്ച പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ മത്സ്യകർഷകരുടെ കൃഷിയിടങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. മുള്ളംകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ കുളങ്ങൾ വറ്റിയതോടെ വർഷങ്ങളായി മത്സ്യകൃഷി ചെയ്ത കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് നശിച്ചത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം ആരംഭിച്ചത്. മുള്ളംകൊല്ലി പഞ്ചായത്തിലെ 184 കർഷകരുടെയും പുൽപ്പള്ളി പഞ്ചായത്തിലെ 384 കർഷകരുടെയും കൃഷിയിടങ്ങൾ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സുധീർ കൃഷ്ണൻ, ഫിഷറീസ് പ്രൊജക്ട് അസിസ്റ്റന്റ് ഡോണ, കോർഡിനേറ്റർമാരായ ബെന്നി ചിറ്റത്ത്, സിജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ഒരു പ്രതീക്ഷയായിരുന്നു. മറ്റ് കൃഷിയെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. അതും ഈ രീതിയിലേക്കാണ്. ഏത് രീതിയിലാണെങ്കിലും കൃഷിക്കാർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥ ചേഞ്ചിങ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ പല ഏജൻസിയായിട്ട് നല്ല രീതിയിലുള്ള ഒരു അതിൻ്റെ അനുസരിച്ച് ചർച്ചയ്ക്കനുസരിച്ചുള്ള തീരുമാനമെടുക്കുക നടപ്പാക്കാനുള്ള ഒരു സംവിധാനം കൂടെ എല്ലാ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടി ബത്തേരി പൂളവയൽ നിവാസികൾ. പ്രദേശത്തെ കിണറുകൾ വറ്റാൻ തുടങ്ങിയതോടെ കൂടിയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. പ്രദേശത്ത് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം ഉപയോഗപ്പെടുത്തുന്നതും കുടിവെള്ളക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. വേനൽക്കാലത്തോടുകൂടി കുടിവെള്ളക്ഷാമം പൂളവയൽ പ്രദേശത്ത് രൂക്ഷമായിരിക്കുകയാണ്. 100ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ കിണറുകൾ എല്ലാം അനുദിനം വറ്റുകയാണ്. ഇതോടെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ദൂരപ്രദേശങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് കാരണം സമീപത്തെ കാർഷിക ആവശ്യങ്ങൾക്കായി ചിലർ വെള്ളം ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് റവന്യൂ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായും നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഈ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇവിടെ രാത്രികാലങ്ങളിൽ കുഴൽക്കിണറിൽ വെള്ളം ഉപയോഗിച്ച് കൃഷി നനയ്ക്കുന്നത് സ്വകാര്യ വ്യക്തി. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതർക്ക് ഞങ്ങൾ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടപടിയൊന്നും കണ്ടില്ല. അപ്പോൾ ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ വയനാട് ന്യൂസ്, ബത്തേരി.
കബനി കുടിവെള്ള പദ്ധതിയുടെ പുൽപ്പള്ളിയിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി ഒഴുകിയിട്ടും പൈപ്പുകൾ നന്നാക്കാൻ വാട്ടർ അതോറിറ്റി നടപടിയെടുക്കുന്നില്ല. പാടിച്ചിറയിലെ സംഭരണിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്കുള്ള പ്രധാന പൈപ്പുകളിലൊന്നാണ് പൊട്ടിത്തകർന്ന് കടുത്ത വേനലിലും വെള്ളം പാഴായി ഒഴുകുന്നത്. ആലത്തൂർ, സുരഭിക്കവല, താന്നിത്തെരുവ്, കുനംതേക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും ചോർച്ച തടയാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് സ്ഥാപിച്ച പൈപ്പ് ലൈനിന്റെ ബലക്ഷയമാണ് തുടരെ പൈപ്പ് പൊട്ടാൻ കാരണം. വേനൽ കനക്കുകയും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴാണ് കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്നത്. ഇതുമൂലം പുൽപ്പള്ളിയിൽ പലയിടങ്ങളിലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. കബനി ശുദ്ധജല പദ്ധതിയുടെ ഹൗസ് കണക്ഷൻ എടുത്തവരാണ് ഏറെ വലയുന്നത്. വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഏറെ വലയുന്നത്. ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ തകരാറുള്ള പൈപ്പ് ലൈൻ മാറ്റി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ വെള്ളം ഒഴുകി രാവും പകലും ഇതുപോലെ നിരന്തരം ഒഴുകിപ്പോകുമ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇതുപോലെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തു പോകുന്നത്. നമ്മുടെ സർക്കാർ തന്നെ പറയുന്നു, ഒരു തുള്ളി ജലം പോലും പാഴാക്കാതെ ആ ജലം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഇതുപോലെ ഒഴുകി മറ്റ് പറമ്പുകളിലേക്കും വണ്ടി കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കർഷകർക്ക് ഇരുട്ടടിയായി കടുത്ത ചൂടിൽ നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുന്നു. കുരുമുളക്, ഏലം തുടങ്ങിയ വിളകളാണ് നശിക്കുന്നത്. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം വേണമെന്നും കർഷകർ. വിലയിടിവും ഉൽപ്പാദനക്കുറവും കൊണ്ട് കടക്കണിയിലേക്ക് നീങ്ങുന്ന ജില്ലയിലെ കർഷകർക്ക് ഇരുട്ടടിയായാണ് കടുത്ത വരൾച്ചയിൽ വിളകൾ കരിഞ്ഞുണങ്ങുന്നത്. കടുത്ത ചൂടിൽ നാണ്യവിളകളാണ് ഇപ്പോൾ ഉണങ്ങി നശിക്കുന്നത്. കുരുമുളക്, ഏലം, കാപ്പി തുടങ്ങിയ വിളകൾ അനുദിനം ഉണങ്ങി നശിക്കുകയാണ്. കാലവർഷം ദുർബലമാവുകയും വേനൽമഴ ലഭിക്കാതെ വരികയും ചെയ്തതാണ് തോട്ടങ്ങൾ ഉണങ്ങാൻ കാരണം. ഉടൻ മഴ ലഭിച്ചില്ലെങ്കിൽ വിളകൾ പൂർണ്ണമായും നശിക്കുമെന്ന അവസ്ഥയിലാണുള്ളത്. മഴ താമസിച്ചതുകൊണ്ട് കുരുമുളകിനും ഏലവും ഉണങ്ങി നശിച്ചു. ഏലം ഒന്നും പോലും ഇല്ലാതെ നശിച്ചുപോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ വേനൽമഴ ലഭിച്ചുവെങ്കിലും ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും നഷ്ടപരിഹാരം വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി മേപ്പാടി പഞ്ചായത്തിൽ ഭരണം കൈയാളുന്നത് CPIM ലോക്കൽ സെക്രട്ടറിയും പരിവാരങ്ങളുമാണെന്ന് DCC ജനറൽ സെക്രട്ടറി PK അനിൽകുമാർ. പൂർത്തിയാക്കിയ പ്രവൃത്തികൾക്ക് വീണ്ടും ടെൻഡർ വിളിക്കുന്നതിൽ പ്രതിഷേധിച്ച് UDF മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മേപ്പാടിയിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്ത് സംരക്ഷണ ഭിത്തിക്കും ബസ് സ്റ്റോപ്പിനുമാണ് വീണ്ടും ടെൻഡർ വിളിച്ചത്. UDF പഞ്ചായത്ത് ചെയർമാൻ T ഹംസ അധ്യക്ഷനായിരുന്നു. B സുരേഷ് ബാബു, അഷറഫ്, O ഭാസ്കരൻ, ഗോകുൽദാസ് കോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് മേപ്പാടിയിൽ കുടിവെള്ളമില്ല. ഇവിടെ സ്ഥലമെടുപ്പിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടിയിരിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതി ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ DPCയിൽ സബ്മിറ്റ് ചെയ്യാൻ പദ്ധതി ഉണ്ടാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് മേപ്പാടി പഞ്ചായത്ത്. വയനാട് ജില്ലയെ സമ്പൂർണ്ണ കടാശ്വാസ ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് നാഷണലിസ്റ്റ് കിസാൻ സഭ ആവശ്യപ്പെട്ടു. സർഫാസി നിയമം റദ്ദാക്കുക, പൊതുമേഖലാ ബാങ്കുകളുടെ കർഷകദ്രോഹ നടപടികൾ നിർത്തിവെക്കുക, വായ്പാ നടപടികൾ ഉദാരമാക്കുക, കർഷക പെൻഷൻ 5000 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണലിസ്റ്റ് കിസാൻ സഭ പ്രവർത്തകർ ഈ മാസം 17 രാവിലെ 10 മുതൽ കൽപ്പറ്റ ലീഡ് ബാങ്കിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PP സദാനന്ദൻ, ജോണി കൈതമറ്റം, KK രാജൻ, NCP ജില്ലാ സെക്രട്ടറി വന്ദന ഷാജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക രംഗത്തെ വിലത്തകർച്ച, കൃഷിയുടെ കവുങ്ങ്, അതുപോലെ കുരുമുളക് വരൾച്ച ബാധിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു ഇടവള കൃഷിയായ ഇഞ്ചി, അതിൻ്റെ വില വളരെയധികം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ ഒരു സമരസമിതി പാർട്ടിയുടെയും കിസാൻ സഭയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ ഒന്നാം ഘട്ടം നിലയ്ക്ക് ഞങ്ങൾ 17-ാം തീയതി ഒരു ദിവസത്തെ ഉപവാസ സമരം ലീഡ് ബാങ്കിന് മുമ്പിൽ, കനറ ബാങ്ക് കൽപ്പറ്റ ലീഡ് ബാങ്കിന് മുമ്പിൽ ഒരു ദിവസത്തെ ഉപവാസം നടത്താൻ ആദ്യത്തെ നടപടി നൽകി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പുൽപ്പള്ളി മേഖലയിൽ PWDയുടെ കീഴിലെ പ്രധാന റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തിക്ക് സംസ്ഥാന ബജറ്റിൽ പണം വകയിരുത്തിയതായി CPM ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ. പുൽപ്പള്ളി പഞ്ചായത്തും CPM ഏരിയ കമ്മിറ്റിയുടെ CK ശശീന്ദ്രൻ MLAയും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ ഹൈടെക് സംവിധാനത്തോടെ പുനർനിർമ്മിക്കാൻ അനുമതിയായത്. പയ്യമ്പള്ളി കാപ്പിസെറ്റ് റോഡിന് 30 കോടി രൂപയും എരിയപ്പള്ളി കേണിച്ചിറ റോഡിന് 15 കോടി രൂപയും മാടപ്പള്ളി പാറക്കടവ് ചാമപ്പാറ തീരദേശ റോഡിന് 3.5 കോടിയും അനുവദിച്ചിട്ടുണ്ട്. 15 വർഷമായി പണികളൊന്നും നടത്താതെയിരുന്ന ഷെഡ് പഴശ്ശിരാജ മുള്ളൻകൊല്ലി റോഡിന് 10 കോടി രൂപയും കാപ്പിസെറ്റ് അമരക്കുനി റോഡിനും ഫണ്ട് അനുവദിച്ചു. ഹൈടെക് രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. വർഷങ്ങളായി നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന
ചേകാടി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 1 മാസത്തിനകം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർദ്ദേശം നൽകി. ഇതോടെ പുൽപ്പള്ളി മേഖലകളിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് CPIM ഏരിയ സെക്രട്ടറി MS സുരേഷ് ബാബു അറിയിച്ചു. എല്ലാ സാങ്കേതിക തടസ്സങ്ങളും നീക്കി ആ റോഡിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ആ രൂപത്തിൽ പശ്ചാത്തല മേഖലയിലെല്ലാം വലിയ തോതിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പുൽപ്പള്ളി മുളങ്കൊല്ലി പഞ്ചായത്തിലെ സമഗ്ര വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPIMന്റെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി സംസ്ഥാന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം കൊടുക്കുകയും കൽപ്പറ്റ MLA സഖാവ് CK ശശീന്ദ്രൻ മുഖാന്തരമുള്ള ഇടപെടലും വലിയ ഫലപ്രാപ്തിയാണ് എത്തിയിരിക്കുന്നത്. വയനാട് ന്യൂസ് പുൽപ്പള്ളി. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഒപ്പത്തിനൊപ്പം പരിപാടിയുടെ ഭാഗമായി ഗോത്ര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പഠനയാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് PA ബാബു ഉദ്ഘാടനം ചെയ്തു. തൊണ്ടർനാട് പഞ്ചായത്ത് 2016-17 വിദ്യാർത്ഥികളുടെ സമഗ്ര വികസന പുരോഗതി ലക്ഷ്യം വെച്ച് ഒപ്പത്തിനൊപ്പം പദ്ധതി ആവിഷ്കരിച്ചത്. ഗോത്ര വിദ്യാർത്ഥികളുടെ കലാമേള, കായികമേള, സഹവാസ ക്യാമ്പ് എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും ഗോത്ര സമൂഹത്തിൽ നിന്നും നല്ല പിന്തുണയാണ് പദ്ധതിക്ക് ലഭിക്കുന്നത്. അവസരം നിഷേധിക്കപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് പ്രസിഡന്റ് PA ബാബു പറഞ്ഞു. പഞ്ചായത്തിന്റെ 2016-17 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഒപ്പത്തിനൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പഠനയാത്ര സംഘടിപ്പിച്ചത്. നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്രജനവിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെ സമഗ്രമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിനകം നിരവധി പ്രോഗ്രാം നടത്തിയിരുന്നു. ആദിവാസി കുട്ടികളുടെ കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, സഹവാസ ക്യാമ്പ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നെന്മേനി പഞ്ചായത്തിലെ വരിക്കേരി കോളനിയിൽ SSA വയനാടിന്റെയും BRC ബത്തേരിയുടെയും ആഭിമുഖ്യത്തിൽ ഊരുത്സവം നടത്തി. നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR കറപ്പൻ ഉദ്ഘാടനം ചെയ്തു. നെന്മേനി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ മിനി, മണി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഊരുത്സവത്തിൽ പണിയ സമുദായാംഗങ്ങൾ തനത് കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. വീണുടഞ്ഞു രാവിൻ തിരുവചനം നല്ല നല്ല കുപ്പികള വാങ്ങി വരുന്നാണ്, നല്ല നല്ല കല്ലമാല വാങ്ങി വരുന്നാണ്. കാര്യമ്പാടി കണ്ണാശുപത്രിയും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ വയനാട് ബ്രാഞ്ചും ചതലയം സൈമ ലൈബ്രറിയും സംയുക്തമായി ഈ മാസം 26 രാവിലെ 10 മുതൽ 2 മണിവരെ ചതലയം സൈമ ലൈബ്രറിയിൽ വെച്ച് സൗജന്യ നേത്ര ദന്ത പരിശോധനയും തിമിര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പും നടത്തുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 15 മുതൽ ഓഫീസ് സമയങ്ങളിൽ ചതലയം നീർത്തട സമിതി ഓഫീസിലും സൈമ ചെയ്യുന്ന 300 പേർക്കാണ് ക്യാമ്പിൽ അവസരമുണ്ടാവുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആദിവാസി ഊരുകളിൽ അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സൗകര്യമില്ലാത്ത സ്ഥലത്ത് ക്യാമ്പ് വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ആദിവാസികൾ ചികിത്സ തേടിയെത്താൻ വളരെ വിമുഖരാണ്. അവരുദ്ദേശം കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ക്യാമ്പുകൾ അവിടെ സംഘടിപ്പിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ കരുണാശുപത്രിയുടെ ആവശ്യത്തിൽ തന്നെ ഏതാണ്ട് 12ഓളം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 1515 രോഗികൾക്ക് സൗജന്യമായി മരുന്നും ചികിത്സയും നൽകിയിട്ടുണ്ട്. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ വേദപ്രചാരണത്തിനായി നടത്തിയ രഥയാത്രയ്ക്ക് ചീരാലിൽ സ്വീകരണം നൽകി. ഫെബ്രുവരി 20 പാറശാലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് 30 കോഴിക്കോട് ഗുരുകുലത്തിൽ രഥയാത്ര സമാപിക്കും. സ്വീകരണ ചടങ്ങിന് ചീരാൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് P മാധവൻ ഹാരാർപ്പണം നിർവഹിച്ചു. വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് ഓമനക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സംഘാടകർ ചന്ദ്രശേഖര വൈദിക് മുഖ്യപ്രഭാഷണം നടത്തി. AC ബാലകൃഷ്ണൻ, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സംസ്കൃതിക്ക് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഈ ലോകത്തെ എല്ലാ
ആളുകളും എല്ലാം ഈ സംസ്കൃതിയുടെ ഭാഗമാണെന്ന് കാണുന്ന അത്രയും ഭദ്രമായിട്ടുള്ള ഭദ്രേഷാം എന്ന് പറയുന്ന ലക്ഷ്മിർ നിഹിതാജി വാജി എന്ന് പറയുന്ന, അതായത് ലക്ഷ്മി എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത് ഭദ്രമായിട്ട് നിലനിർത്തണമെങ്കിൽ അത് എല്ലായിടത്തും പരക്കണം എന്നുള്ള ആശയം ഭാരതത്തിൻ്റെ പ്രാചീനമായ സംസ്കൃതിയുടെ ഭാഗമാണ്. അത് എല്ലാ ആളുകളിലും എത്തിക്കുക എന്ന പ്രാദേശിക തർക്കത്തെ തുടർന്ന് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ചേലൂർ സ്റ്റേഡിയത്തിന് അനുവദിച്ച പണം നഷ്ടമാകുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൈക്ക അനുവദിച്ച 6,40,000 രൂപയടക്കം പഞ്ചായത്തിന്റെ 13 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളും നിലയ്ക്കുന്ന അവസ്ഥയാണ്. നിലവിൽ 30 വർഷം മുമ്പ് അന്നത്തെ ഭരണസമിതി ഭാവി തലമുറയ്ക്ക് സ്പോർട്സ് രംഗത്ത് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി 3 ഏക്കറോളം സ്ഥലം വാങ്ങിയിരുന്നു. തുടർന്ന് വന്ന ഭരണസമിതികൾ ഒന്നും തന്നെ സ്റ്റേഡിയത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അതൊന്നും ചെയ്തിട്ടില്ലെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഭരണസമിതി അംഗങ്ങളായ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി, PV സെബാസ്റ്റ്യൻ, PJ സുരേഷ്, മോളി ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൽ മുൻ പഞ്ചായത്ത് അംഗമടക്കമുള്ള CPMന്റെ മുൻ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള മുൻ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ഒരുപറ്റം ആളുകൾ എന്ത് വില കൊടുത്തും ഈ സ്റ്റേഡിയം നടത്തിക്കില്ല, തടയുമെന്നുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് കോടതിയിൽ വരെ പോയ സംഭവം ഉണ്ടായി. കോടതിയിൽ നിന്ന് സ്റ്റേക്ക് ശ്രമിച്ചതോടുകൂടി ഈ സ്റ്റേഡിയം പണി കരാറെടുത്തിരുന്ന കരാറിൽ നിന്ന് പിൻവാങ്ങുന്ന സംഭവം ഉണ്ടായി. സമാന്തര കാര്യങ്ങളിൽ നമുക്കറിയാം, പുൽപ്പള്ളിയിലും മുളകിലും ഒക്കെ ഹൈമാസലൈറ്റ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെ തടയാൻ വേണ്ടി CPM ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാപ്പരത്തം കാണിക്കുന്നത് മുളങ്ങൊല്ലി പഞ്ചായത്തിലെ ഈ പ്രദേശത്തുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.facebook.com/wvwayanadnews. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നമുന്നയിച്ച് കൽപ്പറ്റയിൽ മാവോയിസ്റ്റ് പോസ്റ്റർ. കൊട്ടിയൂർ പീഡന കേസ് കൂട്ടുപ്രതികൾ 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. ഹെൽമറ്റ് വേട്ടയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനം. പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച് HML കൈവശം വെച്ചിരിക്കുന്ന 20,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കാൻ LDF അധികാരത്തിലെത്തിയിട്ടും നടപടിയില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFIയും സ്ത്രീ സുരക്ഷാ ക്യാമ്പയിനുകളിൽ. പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലകളിൽ വരൾച്ച നേരിടാൻ 80 കോടി. റോഡുകളുടെ നിർമ്മാണത്തിന് ബജറ്റിൽ തുകയെന്നും CPIM. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.